സാധാരണ ജെൻസിനായാലും ലേഡീസിനായാലും 40+ ഒക്കെ ആകുമ്പോഴത്തേക്ക് കണ്ടുവരുന്ന ഒരു സിഗ്നലാണ് ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത്. ലേഡീസിൻ്റെ ഹോർമോൺ ഇംബാലൻസ് മൂലം എന്തൊക്കെ പ്രോബ്ലംസാണ് വരുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ എന്തുകൊണ്ട് കുറയുന്നുവെന്നും എങ്ങനെ ഇതിനെ പരിഹരിക്കാമെന്നും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. ടെസ്റ്റോസ്റ്റിറോൺ സാധാരണ 30+ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ശരിക്കും ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് വരുന്നത് അതൊരു ലൈഫ് സ്റ്റൈൽ സിഗ്നലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നിങ്ങളുടെ ഹാബിറ്റ്സിലും മാറ്റം വരുത്തി ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ഇങ്ങനെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നത് ലാക്ക് ഓഫ് എക്സർസൈസ് മൂലവും അതുപോലെ സ്ട്രെസ് ഹോർമോൺ കൂടിയും വരുമ്പോൾ ഇതിൻ്റെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് കൂടുതലാവുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് ഈസ്ട്രോജനായിട്ട് മാറുന്നു. അതുപോലെ അടുത്തത് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനൊരു കാരണമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കഴിക്കുന്ന മരുന്നുകൾ, തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ, ഡിപ്രഷന് കഴിക്കുന്നത്, അതുപോലെ പാർക്കിൻസൺസിന് കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളുടെ എല്ലാം ഒരു സൈഡ് എഫക്റ്റാണ് ആയിട്ടും ഈ ഒരു ഹോർമോൺ കുറയുന്നത് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉറക്കമില്ലായ്മയാണ്. ശരിക്കും 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഉറക്കം കുറയുന്നതനുസരിച്ച് ഈ ഹോർമോണിൻ്റെ അളവ് കുറയാനായിട്ട് കാരണമാകും. അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതും സ്മോക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ഹോർമോൺ ഇംബാലൻസിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുത്തി, നിങ്ങളുടെ ഹാബിറ്റ്സിലൊരു മാറ്റം വരുത്തി സെൽഫ് കെയറിലൂടെ നിങ്ങൾക്കിതിനെയെല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പല ആൾക്കാരും ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റാവും എന്നുള്ളൊരു തെറ്റായ ധാരണയിൽ പോകുന്നുണ്ട്. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രമേ അതെടുക്കാവുള്ളൂ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അതെടുക്കേണ്ടത്. ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരം ശരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. അതായത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേസി ആയിട്ട് മാറും ബോഡി. അത് ഒരു കാരണമായിട്ട് വരും. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ബോഡിക്ക് ഇഷ്ടം. ബോഡിക്ക് ഒരിക്കലും ഷോർട്ട് കട്ടായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി, നിങ്ങളുടെ ഹാബിറ്റ്സിൽ മാറ്റം വരുത്തി കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്താൽ ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് മാറും എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളെൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിലോട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്കായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനാണെന്ന് തന്നെ അതിനകത്ത് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുമൊക്കെ പറഞ്ഞ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം. താങ്ക് യു.